ദ്വാരപാലക പാളി കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതിയുടെ അനുമതി. കട്ടിളപ്പാളി കേസിലെ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി നിർദ്ദേശം. തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 19-ന് പരിഗണിക്കും. അതേസമയം മൂന്നാം പ്രതി പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിനെ റിമാൻഡ് ചെയ്തത്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, വിശദ വിവരങ്ങൾ. ഇന്ന് കട്ടിളപ്പാളി കേസിലാണ് ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി പരിഗണിച്ചത്. അതിനുശേഷം 19-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഈ സമയത്താണ് പ്രത്യേക അന്വേഷണ സംഘം ദ്വാരപാലക ശില്പ കേസിൽ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തുവാൻ വേണ്ടി കോടതിയോട് അനുമതി ചോദിച്ചത്. ഈ രേഖകൾ പരിശോധിച്ച് കോടതി ഈ അറസ്റ്റിന് വേണ്ട അനുമതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയായിരുന്നു. നിലവിലിപ്പോൾ ജയിലിലാണ് തന്ത്രിയുള്ളത്. ജയിലിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് SITയുടെ നീക്കം. എന്തായാലും ഈ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും ഈ തന്ത്രിയെ പ്രതി ചേർക്കാനാണ് SITയുടെ നീക്കം. അത് തന്നെയാണ് ഇപ്പോൾ കോടതി അനുമതിയോടുകൂടി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് ഈ അറസ്റ്റിലായ ദിവസം തന്നെ അഭിഭാഷകൻ സമർപ്പിച്ചിരുന്നു. ഇന്ന് പരിഗണിക്കുമ്പോൾ കൃത്യമായും തന്ത്രിക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള പങ്ക് ഇല്ല എന്നുള്ളതാണ് അഭിഭാഷകൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും മറ്റ് ചില, അതായത് ആചാര ലംഘനം അനുജ്ഞ നേടിയില്ല എന്നുള്ള കാരണങ്ങളൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും അറസ്റ്റ് മെമ്മോയിലും അടക്കം രേഖപ്പെടുത്തിയിരുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് കോടതിക്ക് മുൻപാകെ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദ്വാരപാലക ശില്പ കേസിൽ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടെ ആ കേസിലും ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് സാധ്യത. അതേസമയം തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്നാണ് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ ജനുവരി 27-ാം തീയതി വരെ വീണ്ടും കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ദ്വാരപാലക പാളി കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതിയുടെ അനുമതി. പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിനെ റിമാൻഡ് ചെയ്തത്. മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.